ഇങ്ങനെ എനർജി ആയിട്ടിരിക്കുന്നത്? എങ്ങനെ എവിടുന്ന് കിട്ടുന്നു ഇത്? എന്റെ മനസ്സ് നല്ലതാ. മനസ്സിലതാ. ആ പിന്നെ ഞങ്ങളെ കൂടെ ഡാൻസ് കുട്ടികൾ, കോളേജ് കുട്ടികൾ ഡാൻസ് ചെയ്യുമ്പോ എന്റെ കൂടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിള്ളേർ ഇങ്ങനെയായിട്ട് വരും, സീന്താത്ത നമ്മളെ കൊണ്ട് പറ്റണില്ല ഭയങ്കര. കാരണം ചെറിയ കുട്ടികള്, വലിയക്കരുത്ത് ചെറുപ്പക്കാര്, ഇതെവിടുന്നാ കിട്ടണെന്ന്. സത്യമായിട്ടും ഞാൻ തന്നെ ചിന്തിച്ചു, ഇത് എവിടുന്ന് ഇത്രമാത്രം എനർജി എന്നുള്ളത്. ശരിക്കില്ലേ ഈ കോളേജ് പിള്ളേരൊക്കെ കാണുമ്പോ നമ്മൾ അറിയാതെ ആ പ്രായത്തിലേക്ക് പോണം. അത് തന്നെയാ. നമ്മൾ അവരെ കാണുമ്പോ നമ്മൾ വിചാരിക്കുന്ന അവരെക്കാളും ചെറുത് നമ്മളെന്നാ. അങ്ങനെയല്ലേ ശരിക്കും കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ട്രെൻഡ് ഏറ്റവും വലിയ ഭാഗ്യാണ് എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടാന്നുള്ളത്. സത്യമായിട്ടും അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുന്നു, എല്ലാവരോടും നന്ദി പറയുന്നു. ഞാൻ എപ്പോഴും നോട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, സീനത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് കാലമായിട്ടുള്ള ഒരാളാണ്. എത്രയോ 34 വർഷം, ഇപ്പൊ എത്ര 34 വർഷം മുമ്പേ ഉള്ള ഒരാളാണ്. ആ ആള് ഇന്നും, അതായത് കോളേജ് പിള്ളേരെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളാണ്, ഈ 2K കിഡ്സ്, ജെൻസി എന്നൊക്കെ പറയാ, അവരുടെ അടുത്തും സ്റ്റാർ ആണ് അല്ലേ? ചിരിക്കൂ. ഈ ചിരി കാണാൻ എന്തൊരു ഭംഗിയാ. ഞാൻ ശരിക്കും ഇല്ലേ ചിരിയില് മാത്രമൊന്നുമല്ല, കാരണവന്മാരായിട്ട് കുറച്ച് സൗന്ദര്യം തന്നിട്ടുണ്ട്. സത്യം. പിന്നോട് ചോദിക്കലുണ്ട്, ബ്യൂട്ടി പാർലറിലൊക്കെ ഒരുപാട് പൈസ ചെലവാകോ? പിന്നെ എന്താണ്, ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരു ബ്യൂട്ടി പാർലറിൽ ഞാൻ പോയിട്ടില്ല. പിന്നെ മുഖത്ത് എന്താണ് ചെയ്യുന്നത്? സ്കിൻ കെയർ എന്തെങ്കിലും? അത് പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. അങ്ങനെ ഒന്നും ഇട്ടതിനെ കൊണ്ട് ഒരു ഇതും മുന്നോട്ട് പോണില്ല. പിന്നെ ചില എണ്ണകളുണ്ട്, ഈ ക്യാരറ്റ് ഇതുള്ള ഞാൻ ചെയ്യാറില്ല, പണ്ടെപ്പോഴും ചെയ്യുന്നല്ലാതെ ഇതാക്കിയിട്ടില്ല. പക്ഷെ അതിലൊക്കെ നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതിനെ പറ്റി ഇപ്പൊ അതിന് സാമ്യമില്ലല്ലോ. അതൊരു ടിപ്പാണ്. ഞാൻ സത്യത്തിൽ ഇവിടെ വന്നപ്പോ ശരിക്കും ഞാൻ നോക്കി, എന്തൊരു ഭംഗിയാ കാണാൻ, എന്തൊരു സ്കിന്നാന്നറിയോ. ഞാൻ ചോദിക്കുന്നു വിചാരിച്ചു, ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? പ്രത്യേകിച്ചൊരു സൗന്ദര്യ രഹസ്യമൊന്നുമില്ല. ചോറാകെ 3-4 സ്പൂണേ തിന്നുള്ളൂ. പാല് കുടിക്കൂല, മുട്ട കഴിക്കൂല, ഫ്രൂട്ട്സ് ഒന്നുമില്ല, അങ്ങനെയുള്ള ഒരു സംഗതിയും ചെയ്യില്ല. വെള്ളം കുടിക്കോ? വെള്ളം അത്യാവശ്യത്തിന് മാത്രം, അങ്ങനെ കൂടുതലായിട്ട് ഒരു വെള്ളം കുടിക്കണ പതിവില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്റെ കാരണവന്മാരായിട്ട് ഉണ്ടാക്കി തന്നൊരു സൗന്ദര്യം, അതുകൊണ്ടാണ് ഭയങ്കര സുന്ദരിയാ. താങ്ക് യു. എനിക്ക് ഫസ്റ്റില്ലേ നമുക്ക് ഒരു കുറച്ചും കൂടി നമുക്ക് എനർജി വേണം. എന്റെ അടുത്ത് നേരത്തെ സംസാരിച്ച അത്രക്കുള്ള ഒരു എനർജി ഇപ്പൊ ഞാൻ കാണുന്നില്ല. ക്യാമറ വന്നപ്പോ എന്താ കുറച്ച് നാണം വന്നോ? കാണുന്നില്ലേ, നമ്മളെ മാത്രമേ. അതായത് ഇപ്പം ഈ ഇതില് കമന്റ്സ് വരുന്നുണ്ട്, എന്നറിയോ, നല്ല നല്ല കമന്റ്സ് ഒക്കെ വരും കേട്ടാ. അതിന്റെ ഇടയിൽ പൊട്ടിന് തേങ്ങ ഇടണ വരും ഒരു കമന്റ്സ്, തള്ളേ ദസ്ബക്കെല്ലാം എടുത്തിട്ട് ഇരുന്നൂടെ, നരകത്തിലേക്കുള്ള 2 കൊള്ളി. അന്നേരം വേറെ ആൾ ചോദിക്കണ്ട, എന്താ നരകത്തില് ചിമണി മണ്ണെണ്ണ ഒന്നും ഇല്ലേ, കൊള്ളി മാത്രമേ ഉള്ളൂ എന്നല്ലേ. ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു കമന്റ്സ് വരുമ്പോഴാണ് ഞങ്ങൾ ഒന്നും കൂടി ഹെൽത്ത്. ഞങ്ങള് ഈ ചെയ്യുന്നത് ചിലപ്പം നമുക്കറിയില്ല, പടച്ചോ നമ്മളോട് പുറത്തുനിന്ന് ജനങ്ങൾക്ക് പുറത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഗതി വരുമ്പോ ഞങ്ങൾക്ക് പാവങ്ങൾ ഉണ്ടെങ്കിൽ ആ പാവം ഈ കമന്റ്സിൽ കൂടി പോകുന്നതിന് നമുക്ക് ആളെ നോക്കിയിട്ട് എന്നിട്ട് ഞാൻ അന്ന് പട്ടിണി കിടന്ന് എന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ തസ്ബിഹ് എടുത്തിട്ട് ഇരുന്ന ഒരു മനുഷ്യൻ ഇന്നാന്നിട്ട് എനിക്ക് കൊണ്ടുതരോ? എനിക്ക് കൊണ്ടുതരൂല. ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ബോധമുള്ള കാലം വരെ ഞാൻ ഒരു തെറ്റിലേക്കല്ല. ഞാൻ എല്ലാരും ഒന്ന് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും അവരോട് ഞാൻ പറയുന്നുണ്ട്, കോളേജ് കുട്ടികളോട്, ഞങ്ങളൊക്കെ ഈ പ്രായം എത്തിയിട്ട് നിങ്ങളെ കൂടെ ഇങ്ങനെ നമ്മൾ നടക്കണ്, നിങ്ങളെ മനസ്സും നിങ്ങളും അങ്ങനെ ആയി തീരണം എന്നുള്ളത് അവർക്ക് അതൊരു എനർജിയാണ്, അവർക്ക് അതൊരു അറിവാണ്. പിന്നെ ഇത് തെറ്റ് തന്നെയാണ് എന്ന്, ഈ തെറ്റാണെന്ന് പറഞ്ഞ അവരിത് കാണുന്നുണ്ടല്ലോ. അപ്പൊ അതല്ലാണ്ട് ആരും ആയിക്കോട്ടെ, ആരും മതപരമായിട്ടോ ഒന്നും ഞങ്ങൾ ഇതാക്കി വിമർശിക്കാൻ തയ്യാറില്ല. ശരിക്കും എന്റെ വളർച്ച എന്ന് പറയുന്നത് ശരിക്കും നല്ല ദീനി കുടുംബത്തിലുള്ളതാ. എന്റെ ഉമ്മാന്റെ ആങ്ങള കടൂർ ഉമർ മൊയ്ലവി ഇന്നലെ പറഞ്ഞ നല്ല ഉമ്മാന്റെ ആങ്ങളമാരൊക്കെ ഭയങ്കര ദീനാണ്. ഉപ്പ അതിനാക്കാണ് വലിയ ദീനിയാണ്. പറഞ്ഞിട്ട് എന്താണ്, എന്നെ പോലത്തെ ഒന്ന് മാത്രം എടുത്ത്